ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ ടൗണിൽ നിർമ്മിച്ച ശുചിമുറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 1 വർഷം. വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോട്ടലുകളെയോ സമീപത്തെ വീടുകളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. വിനോദസഞ്ചാരികളടക്കം ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന വാഗമണ്ണിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ശുചിമുറി നിർമ്മിച്ചത്. 5 ലക്ഷം രൂപ നിർമ്മാണത്തിന് നൽകി. 1 വർഷം മുമ്പ് പണി പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം 4 മാസം മാത്രമാണ് ഈ ശുചിമുറി പ്രവർത്തിച്ചത്. വെള്ളവും വൈദ്യുതിയുമടക്കം ലഭ്യമാകാത്തതാണ് ശുചിമുറിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. വെള്ളം പുറത്തുനിന്ന് വാങ്ങി വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതോടെ കരാറുകാരൻ ഇതുപേക്ഷിച്ചു മടങ്ങി. ഇപ്പോൾ വാഗമണ്ണിലെത്തുന്ന ആളുകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ സമീപത്തെ ഹോട്ടലുകളെയോ വീടുകളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. വാഗമൺ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഡെയിലി നൂറുകണക്കിന് ആൾക്കാരെന്നും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഗമൺ ടൗണിൽ ഇതുപോലൊരു ശൗചാലയം ഉണ്ടാക്കിയിട്ട് കാലങ്ങളായതാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് 5 ലക്ഷം രൂപ മുടക്കി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇത് ഉദ്ഘാടനം ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്തിട്ട് പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ല. കെട്ടിടം വൈദ്യുതീകരിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് 75,000 രൂപ അനുവദിച്ചു. എന്നാൽ ടെൻഡർ നടത്തി ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കാലതാമസം നേരിട്ടു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കെട്ടിടം വൈദ്യുതീകരിക്കാൻ അനുമതി കിട്ടാത്തതാണ് കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.